ഇൻട്രോ ഒന്നും കൊടുക്കാൻ പറ്റില്ല. എല്ലാം വളരെ ഷടപടി എന്നുള്ള ഒരു ട്രിപ്പിൻ്റെ ഒരു ഇതായിരുന്നു. 3 മണിക്ക് തന്നെ ബസ് വരുമെന്ന് ഒരുത്തൻ മെസ്സേജ് ഇട്ടായിരുന്നു ഗ്രൂപ്പിൽ. പക്ഷേ വണ്ടി വന്നത് 5 മണിക്ക്. ഞങ്ങൾ വണ്ടി വന്നപ്പോൾ അവനൊരു നോട്ടം നോക്കി, ഇതായിരുന്നോടാ നിന്റെ 3 മണി. അങ്ങനെ ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ ജൂനിയേഴ്സും ഉണ്ടായിരുന്നു ഞങ്ങളുടെ ട്രിപ്പിന്. ഞങ്ങൾ മാത്രം പോയ ഒരു രസം ഇല്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ജൂനിയേഴ്സിനെ കൂടെ കൂട്ടി. അങ്ങനെ അവരും ഞങ്ങളായിരുന്നു ഈ ട്രിപ്പിന് പോയിരുന്നത്. 4 ദിവസത്തെ ട്രിപ്പായിരുന്നു. നല്ല അടിപൊളി ട്രിപ്പായിരുന്നു. ട്രിപ്പിന്റെ ബാക്കി വിശേഷം പോകുന്ന വഴി കാണാം. നമ്മളെങ്ങോട്ടാ പോകുന്നേ? എങ്ങോട്ടാ പോകുന്നേ? മാപ്പിനോട് ചോദിക്കാം. നോയൽ ഹായ്. Solomon and how excited are you guys? Yes, so much. Okay, how excited are you guys? പറയൂ. 10 Vlogger. എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? Guys, how excited are you? Very much. അഷിഫെ കണ്ടില്ല. എന്താ how excited are you? Not excited. Why like this? Very much. No reason. Wasted. അങ്ങനെ വണ്ടിപ്പോൾ വരും എന്ന് കാത്തിരുന്നിട്ട് ഞങ്ങളുടെ വണ്ടി വരുന്നത് ഞങ്ങൾക്ക് ദൂരെ സൗണ്ട് കേൾക്കായിരുന്നു. അത്രയ്ക്ക് ഒച്ചയായിരുന്നു വണ്ടിയിൽ, നല്ല സൗണ്ടായിരുന്നു. അങ്ങനെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ വണ്ടി ഇതാ വരുന്നുണ്ട്. പക്ഷേ വരവൊരു വല്ലാത്തൊരു വരവായിരുന്നു. ഞങ്ങളുടെ ആർച്ചിൻ്റെ അവിടെ നിന്ന് വണ്ടിക്ക് കയറാൻ പറ്റുന്നില്ലായിരുന്നു. ഒന്നാമതാരും വലിയ വണ്ടി, ആർച്ചാണെങ്കിൽ ചെറുത്. പിന്നെ ആ വണ്ടി വരുന്ന സമയത്ത് ഭയങ്കര എൻട്രി ഒക്കെ കൊടുക്കാനും പറഞ്ഞൊക്കെയാണ് ഇരുന്നത്. പക്ഷേ വണ്ടി നമ്മുടെ കേബിൾ കയറി തട്ടി കുറച്ച് നേരം അവിടെ പോസായി പോയി. പിന്നെ ഒന്നും നോക്കിയില്ല, വണ്ടി കയറിയപ്പോഴേ ഞങ്ങൾ കടക്കൊക്കെ പൊട്ടിച്ച് സൂപ്പറാക്കി. അപ്പൊ ഈ പടിയിൽ ഉപേക്ഷിച്ചേക്കട്ടെ. വൈവ തേർഡ് ഇയർ ഫാമിലി എല്ലാം ഇട്ടേക്കും. നമുക്ക് സെക്കൻഡ് ഇയറും ഉണ്ടല്ലേ. ആ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ നമ്മളൊന്നുമല്ല, നമ്മൾ ടൂർ പോകുന്ന ആൾക്കാർ മാത്രം കേട്ടോ. നീ വീട്ടിൽ വിളിക്കും, ഞങ്ങൾ എന്താ പിന്നെ പാട്ടും കൂത്തും ബഹളമായിട്ട് ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നുകൊണ്ട് തൃശ്ശൂരാണെന്ന് തോന്നുന്നു. അവിടുത്തെ ഭാഷയൊക്കെ കേട്ടിട്ട് ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കാൻ കയറി. കാരണം 5 മണിക്ക് കയറിയതായതുകൊണ്ട് വയറ് നല്ല വിളിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. നല്ല ഫുഡായിരുന്നു, സൂപ്പർ ഫുഡായിരുന്നു, രക്ഷയില്ലായിരുന്നു.
ഞമ്മൾ ഉറങ്ങാൻ നിദ്രയിലേക്ക് പോകും. സിനിമയൊക്കെ കണ്ട് ആസ്വദിച്ച് എല്ലാവരും പല വഴിക്ക് ഉറങ്ങാൻ തുടങ്ങി. അങ്ങനെ ഒരു പെട്രോൾ പമ്പ് എത്തിയപ്പോഴത്തേക്കും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തി. ചായ കുടിച്ചു, ഫ്രഷായി. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലെത്തി. കൂർഗിലായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു എത്തിയപ്പോഴത്തേക്കും. അങ്ങനെ ഞങ്ങൾ ലഗേജൊക്കെ എല്ലാം എടുത്ത് ഞങ്ങൾ റിസോർട്ടിലാണ് ഞങ്ങൾക്ക് സ്റ്റേ ഉണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു 6:30 സംതിങ് ആയിരുന്നു. ഭയങ്കര തണുപ്പ് 80°C അങ്ങനെയായിരുന്നു വെതർ ഫോർകാസ്റ്റ് നോക്കിയപ്പം. അങ്ങനെ ഇതായിരുന്നു ഞങ്ങളുടെ റിസോർട്ട്. എനിക്ക് ഇതായിരുന്നു ഞങ്ങളുടെ റൂം. മെയിനായിട്ട് ഞാൻ നോക്കിയത് കണ്ണാടി ഉണ്ടോന്ന്. അങ്ങനെ കണ്ണാടി കിട്ടി. കണ്ണാടി കണ്ടാ വിടില്ലല്ലോ, കണ്ണാടി മുഖ്യം ബില്ലേ എന്ന രീതിയിലായിരുന്നു ഞാൻ. അങ്ങനെ ഭയങ്കര ക്ഷീണം കാണും. കട്ടിലെ കണ്ടപ്പോഴേ നമ്മളെല്ലാവരും ഫ്ലാറ്റ്, ഡ്രസ്സ് പോലും അഴിച്ചിട്ടാതെയാണ് ഞങ്ങൾ കിടന്നുറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ കിടക്കാൻ പോയി. നമ്മളെല്ലാം റെഡിയായി ഇറങ്ങാൻ പോവുകയാണ് ഗൈസ്. നമ്മളെല്ലാം കൂർഗി പോവുകയാണ്. കൂർഗി പോകും. അപ്പൊ നമുക്ക് അതിനു മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകും. അപ്പൊ നമ്മളുടെ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിറങ്ങിയില്ല, റൂമിൽ നിന്ന് ഇറങ്ങി. ഇന്ന് ഞങ്ങൾക്ക് ഇവിടെയും സ്റ്റേ ആണ്. പിന്നെ വെളി സമ്മതിക്കില്ല. അപ്പം ഇനി ഞങ്ങൾ കൂർഗിൽ പോവുകയാണ്. ഇന്ന് കൂർഗിലാണ് ഫസ്റ്റ് ഡേ. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. അത് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങൾ കൂർഗിലുള്ളത് കാണാം. ഹായ് ഗൈസ്. Hello guys. Day one കൂർഗ്. നമ്മുടെ ഉറക്കമൊക്കെ നല്ല സുഖമായിട്ട് ഉറങ്ങി. ഞാൻ ഉറങ്ങി. ബസ്സിലാ ഉറങ്ങാൻ പറ്റില്ല. സുഖേഷ്, നമുക്ക് കൂർഗി പോയിട്ട് നമുക്ക് കൂർഗിലെ വിശേഷങ്ങൾ കാണാം. യെസ്, അത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. വിശന്നിട്ട് മനുഷ്യന് കണ്ണ് കാണാൻ വയ്യ. 7:30 കഴിച്ച ഫുഡാണ് അത്. ഡൈജസ്റ്റ് ആയി കഴിഞ്ഞു. ഇനി വേണം ഒന്നും മര്യാദക്ക് കഴിച്ചിറങ്ങി. ആ ചുമന്ന കണ്ണാടി ഇല്ലേ എടുത്തിട്ടുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിൻ ഗൈസ്. ബേബി ഹിയർ. ഓക്കെയാണ് ഗൈസ്. എന്തിനാ പോകുന്നത്? ഫുഡ് കഴിക്കാനാ. സന, അസിഫ, പാത്തു. അപ്പൊ നമ്മൾ പോയിട്ട് വരാം ഗൈസ്. അല്ല, ഇനി ഫുഡ് കഴിക്കാൻ പോകും. ഗൗരി പറയൂ. ഗൗരി വിശ്വസിക്കുന്നു. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഫുഡായിരുന്നു. കേസരി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ദോശ ഇഷ്ടപ്പെട്ടു, പൂരി ഇഷ്ടപ്പെട്ടു. എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. ബാക്കിയുള്ളവരുടെ കാര്യം നമുക്കറിയത്തില്ല ഗൈസ്. എനിക്ക് പുലാവ് അത്ര ഇഷ്ടപ്പെട്ടുള്ളൂ. പിന്നെ ദോശ ഇഷ്ടപ്പെട്ടു. നമ്മളെങ്ങോട്ടാ പോകുന്നേ? നമ്മൾ എലിഫന്റ് പാർക്കിലോട്ടാണ് പോകുന്നത്. അപ്പം ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അത് കുളമാകും എനിക്ക് കിട്ടി. അതുപോലെയാണ് എൻ്റെ അവസ്ഥ. ഞാൻ വലിയ കാര്യത്തിലും മൈക്കൊക്കെ എടുത്ത് ഇറങ്ങി OTG കണക്ഷനൊക്കെ ഫോണിൽ കൊടുത്ത് വീഡിയോ ഓൺ ആക്കിയിട്ട് മൈക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്ത്. പക്ഷേ എൻ്റെ കഷ്ടകാലത്തിന് മൈക്ക് ഓൺ ആയിട്ടില്ലായിരുന്നു. അപ്പം ഞാനും അശ്വയും പറയുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ആനകളെ കാണുമ്പോൾ എലിഫന്റ് പാർക്കിൽ എത്തി ആനകളെ കാണാൻ പോയിന്. നമ്മുടെ ഇടയിൽ തന്നെ കുറെ കുട്ടിയാനുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിൽ നമ്മൾ വലിയ ആനയെ കാണാൻ പോകുന്നതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആനകളെ കാണാൻ പോവുകയാണ് ഗൈസ്.
എന്നാണ് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ എന്തൊക്കെ പറഞ്ഞു എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല എന്താ പറഞ്ഞതെന്ന്. അതിൻ്റെ ഇടയിൽ മൈക്കൊക്കെ എടുത്ത് ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തായിരുന്നു. ആ ക്ലിപ്സൊന്നും ഞാൻ ആഡ് ചെയ്തില്ല. പക്ഷേ സാധാരണ സൗണ്ട് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് പിന്നെ ഞാൻ ആഡ് ചെയ്യാൻ പോകാത്തത്. എന്തൊക്കെയോ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു, ഒന്നും മൈക്കിൽ കയറിയില്ല എന്നുള്ളത് വേറൊരു കാര്യം. നല്ല സങ്കടമുണ്ട്. ഞാൻ അങ്ങ് ചെന്ന് മല കയറി പോയി ചെന്നതിന് ശേഷമാണ് ഞാനൊന്ന് വീഡിയോ എടുത്ത് നോക്കിയത്. അപ്പോഴാണ് ഞാൻ ആ സത്യാവസ്ഥ അറിയുന്നത്, മൈക്ക് ഓൺ അല്ല. പിന്നെ ഞാൻ മൈക്ക് ഊരിയിട്ടാണ് പിന്നെ അങ്ങോട്ടുള്ളത് സംസാരിച്ചത്. കാരണം ഇനി ഞാൻ കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തിട്ട് അതൊന്നും മൈക്കിൽ കയറിയിട്ടില്ലെങ്കിൽ ഞാൻ എടുത്തതെല്ലാം വേസ്റ്റ് ആയി പോവില്ല എന്നോർത്ത് ഞാൻ പിന്നെ മൈക്കങ്ങ് ഊരി. ഞാൻ മൈക്കോ എടുത്ത് മാറ്റി. ഇതിനൊന്നും കെട്ടിയിട്ടില്ലല്ലേ? എനിക്കൊന്നും വയ്യ, ഞാൻ അവിടെ സ്വന്തമായിട്ട് വീടാവുന്നില്ല. തമിഴ് தெரியுமா? തമിഴ് தெரியாது, ഉന്നെ പറ്റും പിന്നെ അരി വണ്ടി പിടിച്ചപ്പോ ഇറങ്ങാൻ പോകും. യെസ് ഗൈസ്, നമ്മളങ്ങനെ അടുത്ത ഡാം കഴിഞ്ഞു. ഇനി നമ്മളെങ്ങോട്ടാന്ന് അറിയത്തില്ല. ഇത് ഡാം അല്ലല്ലേ? ഇത് ഡാമും ഇതും കൂടെ ഒരുമിച്ചാ. ഡാമും എലിഫന്റിന്റെ സംഭവങ്ങളും ഒരുമിച്ചാ. ഇനി നമ്മളെങ്ങോട്ടാ പോകുന്നത്? ഇനി ഒന്നെങ്കിൽ ടെമ്പിളായിരിക്കും, മൊണാസ്ട്രിയിലേക്ക്. ഭയങ്കര ഓ അത് ഒരു ഇത്രയും കഷ്ടപ്പെടണ്ടേ? നിന്നേടി കഷ്ടപ്പെടണ്ട, കിടന്നിട്ട് കേറിയപ്പോ പാടായിരുന്നു. പിന്നെ ഇതിൽ നമ്മൾ കയറാൻ പാടാം, പക്ഷെ എൻ്റെ റിസൾട്ട് നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല. അഹങ്കരിച്ച് കയറി കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങുമ്പോൾ പ്രത്യേകം മോട്ടിവേഷൻ ഓഫ് ദ ഡേ ഫ്രം ഗൗരി എസ് അനിൽ. സോറി, ഗൗരി എൻ. ഗൗരി എൻ. അപ്പൊ ഇനി ബാക്കി കാണാം. A few moments later. പിന്നെ നമ്മൾ പോകുന്നത് കൂർഗിന്റെ മെയിൻ സ്ഥലമായ ബുദ്ധിസ്റ്റ് മൊനാസ്ട്രി. ഗോൾഡൻ ടെമ്പിൾ എന്നറിയപ്പെടുന്ന ബുദ്ധിസ്റ്റ് മൊനാസ്ട്രിയിലാണ് നമ്മൾ പോകുന്നത്. ഞങ്ങൾ കാൽനടയായിട്ടാണ് പോകുന്നത്. അതിനിടയിൽ ഒടുക്കത്തെ വെയിൽ. രാവിലെയൊക്കെ നല്ല തണുപ്പുണ്ടായിരുന്നു, ഇപ്പൊ നല്ല വെയിലായി തുടങ്ങിയിട്ടുണ്ട്. ക്ലൈമറ്റ് മാറി തുടങ്ങി, തീ ആയിക്കൊണ്ടിരിക്കുവാണ്. പക്ഷെ മണ്ണിന് ഇപ്പം ഇതുവരെ വലിയ പ്രശ്നമില്ല. മണ്ണിന് തിളച്ച് കഴിഞ്ഞാൽ ഇനി അകത്ത് കയറിയിട്ടെടുക്കാം. എന്താവും ഒരു പിടിയില്ല. നമ്മുടെ കൂട്ടം അതിന് ഓയില അവള് വരുന്നുണ്ട്. നൂറ് ഇവിടെ ഇതുപോലത്തെ കുറേ ടെമ്പിൾ ഉണ്ട്. ഇപ്പം നമ്മൾ ആദ്യത്തെ ഇറങ്ങി, ഇതിപ്പോൾ രണ്ടാമത്തെ ആണെന്ന് തോന്നുന്നു. എല്ലാവരും പോകുന്ന വഴി ഞങ്ങളും പോകും. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കാം ഗായ്സ്. There is so many of Coca-Cola. എന്താണ് നമുക്കൊന്നും അറിയില്ല. അവർ കൊക്കക്കോള ബാക്കിലും ടെമ്പിൾ, ഫ്രണ്ടിലും ടെമ്പിൾ.
ഉണ്ടായിരുന്നു? സോ ഗൈസ് പ്രത്യേകിച്ച് കുറെ ഫ്രീക്കൻ ബുദ്ധന്മാരെ കണ്ടു നമ്മൾ. ഐഫോൺ ഉണ്ട് ബുദ്ധന്. എന്തൊക്കെ കുടിച്ചോണ്ടൊക്കെ പോകുന്നു. ഒരു ന്യൂജൻ ബുദ്ധൻ. നമുക്ക് ഇവിടത്തെ ഒന്നും അറിയാൻ പാടില്ല. എന്തായാലും പുതിയ കൾച്ചർ കണ്ട പോലെ ഉണ്ടല്ലേ. ഇത് അണയാതെ കത്ത് നോക്കി. അടുത്ത മോട്ടിവേഷൻ സെക്കൻഡ് മോട്ടിവേഷൻ ഓഫ് ദ ഡേ. അവര് വന്നപ്പോ വീഡിയോ എടുത്തപ്പോ ഇവന്മാര് ഡിസ്റ്റർബൻസ് ആയിരിക്കും. ഒന്നാമത്തെ നമ്മൾ ഈ സ്ഥലത്ത് വരുന്നതിനെ കുറിച്ചാണ്. അവരത്രയും പരിശുദ്ധമായിട്ട് കൊണ്ടുവരുന്ന സ്ഥലം. ഞങ്ങളുടെ ഏതാ ടെമ്പിൾ വിസിറ്റ് കഴിഞ്ഞു. ടിബറ്റൻ അല്ല ഗോൾഡൻ ടെമ്പിൾ വിസിറ്റ് കഴിഞ്ഞു. നമ്മൾ തിരിച്ച് അല്ല ഫുഡ് കഴിക്കാൻ പോയിട്ടാണ് ബാംബൂയിൽ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ബാക്കിയുള്ളവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പൊ ഇനി ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ അടുത്ത ഡെസ്റ്റിനേഷൻ വന്നു ഗൈസ്. ഫുഡ് കഴിച്ചു. എന്റെ ഫോണിലെ ചാർജ് തീർന്നു ഗൈസ്. നമ്മളിപ്പോ ഉള്ളത് നമ്മൾ ഡാം കഴിഞ്ഞു, ടെമ്പിൾ കഴിഞ്ഞു, ഇപ്പൊ ഉള്ളത് ഡോറ ബുജി പാർട്ട് 2.0. യെസ് ഗൈസ്. ബാംബു ഫോറസ്റ്റിൽ പോകുന്നത് തൊട്ട് എനിക്ക് ഒട്ടും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ചാർജ് തീരെ ഇല്ലായിരുന്നു. 2% അങ്ങനെ ഉള്ളായിരുന്നുള്ളൂ. ഇനി ഇതാണ് ബാംബു ഫോറസ്റ്റിലോട്ട് പോകുന്ന വഴി. നല്ല രസമുണ്ടായിരുന്നു. വീഡിയോ ഒട്ടും എടുക്കാൻ പറ്റില്ല. ഹായ് ഗൈസ്, അപ്പോൾ ഞങ്ങൾക്ക് സെക്കൻഡ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ഗോൾഡൻ ടെമ്പിളിലോട്ട് എനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റി. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഒന്നും എനിക്ക് പിടിക്കാൻ പറ്റില്ല. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ഫോണിൽ ഒട്ടും ചാർജ് ഇല്ലായിരുന്നു. ഞങ്ങൾ ബാംബു ഫോറസ്റ്റിലോട്ട് പോയി. ബാംബു ഫോറസ്റ്റ് അടിപൊളി, നല്ലൊരു ആംബിയൻസ് ആയിരുന്നു അവിടെ. നല്ലൊരു കാമായിട്ടുള്ള, ഓൾറെഡി ഒരു മൂടിയ ക്ലൈമറ്റ് ആണ്. അതിനോടൊപ്പം തന്നെ മൊത്തം ബാംബു നിറഞ്ഞൊരു ഇതായിരുന്നു. അടിപൊളിയായിരുന്നു. പിന്നെ അത് അവിടെ തന്നെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറേ ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, ബിക്കോസ് എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു. അത് DJ വാസ് വെരി അമേസിങ് ആയിരുന്നു. ഞങ്ങളുടെ ത്രിലോക് പാക്കേജിൻ്റെ ഭാഗമായിട്ട് തന്നെ DJ ഉണ്ടായിരുന്നു. DJ അടിപൊളിയായിരുന്നു. DJ ഫോക്സി എന്തോ സംതിങ് പേരാണ്. അപ്പോൾ അത് അടിപൊളിയായിരുന്നു. കുറേ കോളേജസും കുറേ സ്കൂളുകാരും ഉണ്ടായിരുന്നു. സൂപ്പറായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടായിരുന്നു. ഫുഡ് അടിപൊളിയായിരുന്നു. ക്യാൻഡിൽ നൈറ്റ് ഡിന്നർ അതുപോലത്തെ സംഭവമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് റിസോർട്ടിൽ വന്നിട്ട് ഞങ്ങൾക്കൊരു പൂളുണ്ട് ഇവിടെ. അപ്പം അതൊരു 9:45 വരെ ഞങ്ങൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് അവരനുവദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കഴിഞ്ഞ്, പക്ഷേ പൂളൊരു എൻ്റെ പൊന്നോ സഹിക്കാം. ഓൾറെഡി ഇവിടെ 21 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിൻ്റെ ഇടയിൽ പൂളിലും കൂടെ കയറി എൻ്റെ പൊന്നി, അയ്യോ ഇപ്പം തന്നെ ഭയങ്കര പറയണം. അതുകൊണ്ടാണ് പിന്നെ സ്വെറ്ററൊക്കെ ഇട്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് തന്നെ എൻ്റെ റൂമിൻ്റെ വെളിയിലാണ്. കാരണം റൂമിൽ ഒട്ടും റേഞ്ചില്ല. ഒട്ടും എന്ന് പറഞ്ഞാൽ ഒട്ടും റേഞ്ചില്ല. എണീക്കാൻ പോലും പറ്റുന്നില്ല. അപ്പം അതൊക്കെയായിരുന്നു ഇന്നത്തെ ഞങ്ങളെ Day 1 ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ.
കൂർഗായിരുന്നു. ഇനി അടുത്ത ദിവസം നമുക്ക് ചിക്മംഗ്ലൂരാണ്. നാളെ ഇനി 6 മണിക്ക് തന്നെ റിസോർട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഇനി അടുത്ത ദിവസത്തെ ഡേറ്റുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോഴത്തേക്ക് സ്റ്റേ ട്യൂൺ. ബൈ.